കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ കുട്ടികൾ പൊതുവെ വാശി പിടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പിറകെ നടക്കാറുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നല്ല വലുതാണ്, ഒന്ന് മീഡിയം വലുപ്പത്തിലുള്ളത്, ഒന്ന് ചെറുതുമാണ് എടുത്തിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇതുപോലത്തെ ചെറുതിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഞാനിവിടെ 3ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു അല്പം കനത്തിൽ 3ആയിട്ട് ഇവിടെ ഭാഗിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലൊരു പീസ് എടുത്തിട്ട് നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിലെ മെയിൻ ഭാഗം വരുന്നത് ഈ ഒരു കട്ടിങ് മാത്രമാണ്. ഫ്രൈയിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഈ ഒരു കട്ടിങ് മാത്രമാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. അടിഭാഗത്തോളം കട്ടാവാണ്ടിരിക്കാനായിട്ട് 2 സൈഡിലുമായിട്ട് ഇതുപോലെ സ്ക്യൂർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയോളം കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. വെർട്ടിക്കലായിട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. നേർത്ത് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കനത്തിലല്ല കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി കട്ട് ചെയ്യേണ്ടത് ഡയഗണലായിട്ടാണ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ വെർട്ടിക്കലായിട്ടായിരുന്നു കട്ട് ചെയ്തത്, ഇപ്പോൾ ഡയഗണലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അടിഭാഗത്തോളം കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ക്യൂർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ക്യൂർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അടിഭാഗം വരെ കട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എക്സ്പേർട്ടായിട്ടുള്ള ഷെഫിനൊന്നും ഇതിൻ്റെ സ്ക്യൂറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനത്ര എക്സ്പേർട്ടല്ല, അതുകൊണ്ടാണ് സ്ക്യൂർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഡയഗണലായിട്ടും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഈ ഒരു രീതിക്കാണ് കിട്ടുക. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇത് ഒരുപാട് പേര് ഉണ്ടാക്കിയിരിക്കുന്ന റെസിപ്പി ആട്ടോ, ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കളറൊന്നും മാറാണ്ടിരിക്കാൻ. ഇനിയിപ്പോൾ ഇതുപോലെ അടിഭാഗം ഉരുണ്ടിരിക്കുന്ന ഭാഗമാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ കട്ടായി പോകുന്ന ഭാഗങ്ങൾ മാറ്റിയാൽ മതി. അടിഭാഗത്തോളം കട്ടാവാണ്ടിരിക്കാൻ വീണ്ടും സ്ക്യൂർ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏത് ടൈപ്പ് ഉരുളക്കിഴങ്ങ് നമുക്ക് ചെയ്തെടുക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാണിച്ചു എന്നേ ഉള്ളൂ. സാധാരണഗതിക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഉള്ള ഉരുളക്കിഴങ്ങാണ് പൊതുവേ എടുക്കാറ് ആൾക്കാർ. അങ്ങനെയാകുമ്പോൾ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ചെത്തി മാറ്റിയിട്ട് വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ ചെയ്തെടുക്കാം. ഉരുണ്ടിരിക്കുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ തന്നോളാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് ഇത് ആദ്യം നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം. അതിൽ ആ ഒരു സ്റ്റാർച്ചൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ മുകളിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം ഈ ഒരു മസാല സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതുപോലെ നമ്മൾ മസാല പുറമേ ഇട്ടിട്ട് കവർ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ചെയ്തെടുത്തിരിക്കുന്നത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇത് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഒനിയൻ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ അവസാനം ചേർത്തിരിക്കുന്ന 2 സാധനവും ഓപ്ഷനിലാണ്. നിങ്ങൾ വെറുതെ ഉപ്പും മുളക് പൊടിയും കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയും ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളമൊന്ന് തളിച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെയ്തെടുത്തപ്പോൾ കുറച്ച് പൊട്ടിപ്പോവൊക്കെ ചെയ്തിരുന്നു. ഇതിന് പകരം നിങ്ങൾ ആ ഒരു മസാല കുറച്ച് വെള്ളമൊഴിച്ച് നല്ല തിക്കായിട്ട് തയ്യാറാക്കിയതിന് ശേഷം ആ ഒരു ഉരുളക്കിഴങ്ങ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വിടർത്തി കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം കൂടെ ചുരുണ്ടിട്ടാണ് ഉണ്ടാകുക. ഇതുപോലെ 2 ഭാഗത്തു നിന്നും ഫോക്ക് ഉപയോഗിച്ച് ഒന്ന് വലിക്കുകയാണെങ്കിൽ അത് വിടർന്ന് കിട്ടിക്കോളും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മാത്രമേ ആദ്യം ഇട്ട് കാണിക്കണുള്ളൂ. ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും ആ ഒരു എണ്ണയൊക്കെ കയറി നല്ല എല്ലാ ലെയറും ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ, അങ്ങനെയായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറും ക്രിസ്പി ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരല്പം കൂടുതലായിരിക്കും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പൊതുവെ പറയാറ് പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് എന്നാണ്. ഇതിപ്പോൾ ട്വിസ്റ്റായിട്ടൊന്നല്ല ഉള്ളത്, ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ് ഉണ്ടാകുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടേസ്റ്റിനായിട്ട് ഞാനിവിടെ പിരി പിരി മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയൂ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.